അരുണാചൽ പ്രദേശ് ഇനി മുതൽ ക്രിസ്ത്യൻ രാജ്യമായി അറിയപ്പെടും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംസ്ഥാനമായി അറിയപ്പെടും എന്നുള്ള ഡിക്ലറേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ഇത് ഔദ്യോഗികമായി സർക്കാർ പ്രഖ്യാപിച്ചതോ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതോ അരുണാചൽ പ്രദേശിലെ സർക്കാർ പ്രഖ്യാപിച്ചതോ അല്ല. മറിച്ച് അവിടെ ഒരു വമ്പൻ റാലി നടന്നിരിക്കുന്നു. ആ റാലിയിൽ അരുണാചൽ ക്രിസ്ത്യൻ ഫോറം നടത്തിയ റാലിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ക്രിസ്ത്യൻ ഫോറം നടത്തിയ റാലിയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അരുണാചൽ പ്രദേശ് ഇനി മുതൽ ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആയി അറിയപ്പെടും എന്നാണ് ഈ റാലിയിൽ അവർ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും BJP അവിടെ റിലീജിയസ് കൺവേർഷൻ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അരുണാചൽ പ്രദേശിൽ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇവർ, അതായത് അരുണാചൽ പ്രദേശിലെ ഒരു വലിയ മത വിഭാഗം ഈ ബില്ലിനെ എതിർക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതിനുശേഷമാണ് ഇനി മുതൽ അരുണാചൽ പ്രദേശ് ക്രിസ്ത്യൻ രാജ്യമായി ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒരു വീഡിയോ ഇവർ അത് പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ വലിയ തരംഗമായി സമൂഹ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. असम तक वो मेरा पिताजी का है, मेरा यीशु का है। कलक्टंग से तवांग से लोंगडिंग तक, मिचुका से ईटानगर तक आज हम प्रभु का श्री यीशु मेरा शेर है हम घोषणा कर रहा है। इंग्लिश से बोलेंगे, अरुणाचल बिलोंग्स टू जीसस, अरुणाचल बिलोंग टू जीसस। स्वर्ग सुनो, पृथ्वी सुनो। तो 3 बार बोलेगा हालेलुया, स्वर्ग में डिक्लेयर कर चुका है अरुणाचल क्रिश्चियन स्टेट है। इसके लिए ताली बजाएं। അരുണാചൽ പ്രദേശിലെ ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യൻസ് അവിടെ 30%, 30.2% എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഹിന്ദുക്കൾ 29.4%, മറ്റ് റിലീജിയൻസ്, അതായത് ഡോണി പോളോ എന്ന് പറയുന്നത് 26.2%, ബുദ്ധിസം 11.7%, അരുണാചലിൽ ഇസ്ലാം 1.9% ഉള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അരുണാചൽ ഇനി ക്രിസ്ത്യൻ രാജ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ, സ്റ്റേറ്റ് ആയി പ്രഖ്യാപിച്ചെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും എന്ന രീതിയിലാണ് ആ റാലിയിൽ പല ആൾക്കാരുടെയും പ്രസ്താവനകൾ നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.